നന്നായിനാ അത് ഓവറായാ? ഓവറൊന്നും ആയില്ല. ഞാൻ പ്രതീക്ഷിച്ച സദേട്ടൻ ആ പുതിയപ്പളന്റെ മോറും ചെവിയും ചേർത്ത് പാടണം പൊട്ടിച്ചിട്ടേ പരാതിയും എത്തി മോനെ. ഫോൺ എടുത്താലും ചൊറയോ എടുത്തില്ലെങ്കിലും ചൊറ. ആ സഖാവേ പറ. എന്തൊക്കെയാ സാധാരണ നീ നിന്റെ ഈ പിള്ളേർ കാണിക്കുന്നത്? ഏത് ഭാഷന്റെ മോളെയാ നിങ്ങ ഈ തട്ടിക്കൊണ്ടു പോകുന്നത്? തട്ടിക്കൊണ്ട് പോന്നോന്നല്ല KP. പിന്നെ കുറെ ഫെനാറ്റിക്കുകളും കുടുംബക്കാരും ചേർന്ന് ഒരു പാവം കുട്ടീനെ ഒരു സൈക്കോന്റെ കൂടെ തള്ളി പറഞ്ഞേക്കാൻ നോക്കിയപ്പോ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവരിക. അതിന് ഇതാ വഴി? ഞാൻ കൂട്ടിക്കൊണ്ടുവന്നല്ല, അവള് സ്നേഹിച്ച ചെറുപ്പക്കാരനോട് അവൾ ഇറങ്ങിപ്പോന്ന്. പക്ഷെ പേര് പാർട്ടിക്കാര് പോക്കിത്തനെ കാണിച്ചു എന്നല്ലേ വരുവാ? ഒന്നും വരൂല എന്റെ KP. ഇത് എന്റെ കയ്യുമ്മൽ നിൽക്കും, ഞാൻ നോക്കിക്കോളാം. പാർട്ടിക്ക് ഒരു ദോഷം വരൂല. തിരിക്ക് അങ്ങനെ പറയാ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാ വരുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ അപ്പുറത്തും രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലേ KP? ഒരു കയ്യൂരോ കരിവെള്ളൂരോ നമ്മളെ തലമുറയെ കൊണ്ട് ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ വിപ്ലവം എന്നുള്ള വാക്ക് മറന്നു പോകില്ലേ നമ്മള്? എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഒരു മീറ്റിംഗിന് കയറും. ചില നേരത്ത് നമ്മളെ ചില നേതാക്കന്മാര് മൂരിനേക്കാളും കഷ്ടം. ആ സുമേഷ്, നീ നേരത്തെ എന്താ പറഞ്ഞു? ഞാനോന്റെ പറഞ്ഞൊന്ന് സുഖം പോയി. പക്ഷെ സദേട്ടൻ ഇപ്പൊ ഫോണിൽ പറഞ്ഞു അത് മാസായി ഉണ്ടല്ലേ. ആ ഞാനങ്ങ് വരാം, വെച്ചോ. ആ സുമേഷ പറ, ഏതാ മാസായി എന്ന് പറഞ്ഞ? ഞാൻ പറച്ചില് നിർത്തി. ചെക്കനെയും പെണ്ണിനെയും കൊണ്ട് എങ്ങോട്ടാ പോന്നെന്ന് പറഞ്ഞു. നിന്റെ പുരയിലേക്ക്. കാര്യം പറഞ്ഞു. അതേടോ നിന്റെ വീട്ടിലേക്ക്. എന്താ കുഴപ്പമുണ്ടാ? എടോ എന്തു കുഴപ്പം? അടിപൊളിയല്ലേ? ഷാനോ, കിട്ടിയ ചെറിയ ടൈമിൽ ഞാൻ ചില അറേഞ്ച്മെന്റ് ഒക്കെ അങ്ങ് ചെയ്തു. നിങ്ങളൊരു 4-5 ദിവസം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഗംഭീരാക്കായിരുന്നു. എന്താ സുമേഷേ? പിന്നെ അല്ലേ. എന്തായാലും നിങ്ങളുള്ളത് വെച്ചങ്ങോട്ട് മിന്നിക്ക്. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ട്. സദേട്ടാ കേറിട്ട് കൂട്. അല്ലടാ, ഞാൻ വരാം, അത്യാവശ്യമുണ്ട്. വണ്ടിയെടു, നിങ്ങൾ ചെല്ല്. ഇതാണ് എന്റെ പെര. അങ്ങനെ ഹിസാന കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്. ലക്കി ഗേൾ കൊണ്ടൊരു കൊട്ടാരം കൂട്ടിക്കിടക്കാം. അയാളെ സെറ്റപ്പ് ആക്കി നമുക്ക് അങ്ങോട്ട് മാറാം. അങ്ങനെ എന്റെ അമ്മയൊരു അമ്മായിമ്മേ അല്ലേ ഷാനു? മുത്തപ്പ പൂജാരി എത്തി. ഏതൊക്കെയോ പെണ്ണുങ്ങൾ പേര് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് 4 മുദ്രാവാക്യം വിളിച്ച് ചെക്കനെ പെണ്ണിനെ ആദ്യം നിങ്ങൾ പറയുമ്പോഴൊന്നും കാര്യം നടക്കൂല. എന്നാലും ഒരുത്തന്റെ കല്യാണത്തിന്റെ പരാതി വേറെയും വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എങ്ങനെയും ഹോൾഡ് ചെയ്ത് വെക്കാം. പക്ഷെ ഇതിപ്പോ കൃത്യം നടന്നിട്ട് ഇത്രയുമായില്ലേ? നിങ്ങളുടെ ഗവൺമെന്റാണ് ഭരിക്കുന്നത്. ഈ ചെക്കന്മാരും പ്രാണം കളഞ്ഞ് പണിയെടുത്തിട്ടുണ്ടായത് ആ പാർട്ടിക്ക് ഗവൺമെന്റും മന്ത്രിമാരും ഒക്കെ. അതിന്റെ ന്യായവും അന്യായവും ഒക്കെ പാർട്ടിക്ക് നന്നായിട്ടാണ്. നിങ്ങൾ നിങ്ങളെ കാര്യം പറഞ്ഞാൽ മതി. അതാ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ ഏതെങ്കിലും പ്രതികളെ തരേണ്ടി വരും. അതിത്തിരി നേരത്തെ ആയാൽ, അതിലൊരു യഥാർത്ഥ പ്രതിയെങ്കിലും ഉണ്ടായാൽ ഞങ്ങളൊക്കെ നിങ്ങൾക്ക് കാര്യസ്ഥ പണിയെടുക്കുക എന്നുള്ള ചീത്തപ്പേര് ഞങ്ങൾക്ക് മാറിക്കിട്ടും. പിന്നെ നിങ്ങൾ പ്രതികളെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കുന്നതിന് പകരം ഞങ്ങൾക്കൊരു അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കും സർക്കാരിനും ഒരു അന്തസ്സാകും. എന്റെ പിള്ളേരെ പൂട്ടിട്ട് തന്നെ വേണം നിങ്ങൾക്ക് അന്തസ് ഉണ്ടാക്കാൻ. തരക്കേടില്ല. നിങ്ങള് ഭയങ്കര പന്നിയാട്ടോ. നന്നായിനി. എന്തായത് നിന്റെ ചിരിവള്ളി കുട്ടിയാ? ശരിക്കും വള്ളിയാ? നീ ഇവിടെ ചിരിച്ചോണ്ടിരുന്നു. ആൺകുട്ടികള് കല്യാണം കഴിച്ച് എന്റെ പോരെ കേറി. എന്നടാ കേട്ട മൂക്കില് പല്ല് മുളച്ചിട്ടോ? മൂക്കില് പല്ല് പറയുന്നേ? മൂക്കില് പല്ല്. ഇവ നന്നാവരടാ വിട്ടളി. ഇല്ല വിട്ടളെ വരട്ടെ. ഒരു കാര്യം ചെയ്യാം. നീ ശരിയാവില്ല. നീ എനിക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ചാ ഞാൻ പ്രേമിക്കാടാ. ഞാൻ എന്താ മാമേ പെണ്ണിനെ കണ്ടു?
ഇതെടുത്തെടുത്ത അജിമാമ മാമ അല്ലല്ലേ ഈ കുളിപ്പിച്ചിരിക്കും അജിമാമ നീ ഒരെണ്ണം ഒഴിമാമ. ആ നീ കുളിക്കാൻ പോയാലും ഞാൻ ഉപ്പാനെ വിളിച്ചിന്. എന്നിട്ട് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി. ഒന്നും പറയില്ല, അസലായിന്. ആ സെൻസിലാണോ? അല്ല, ഒന്നും പറയാനില്ല, അതിന്റെ മോളെ വെച്ചിട്ട് പോടും. ആ സെൻസില. അപ്പൊ മാറ്റായി. മറ്റേതൊരു സിംഗിൾ തമാശ ആക്കല്ല. ഖബർ വിലക്കുന്നവരെ പറഞ്ഞിട്ടാണ് മഹല്ല് കമ്മിറ്റിക്കാര് പോയത് പോലും. അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാന്ന്. നീ അത് കുളിച്ചൊന്ന് സെറ്റ് ആവ്. അപ്പത്തേക്ക് ഞാൻ ഓരോന്ന് സെറ്റ് ആക്കിട്ട് ഉസാറല്ലേന്ന്. ആ ചൊല്ലു നിൻ ചുടു ചുംബനമേ. തലേ ഓൻ പാടട്ടെ. കള്ളവും കുടിച്ചോട്ടെ. ഈടെ കിടന്ന് ഇങ്ങനെ ഓളിയിട്ടാലോ? നാട്ടുകാരെന്ത് പറയും? ഇതൊരു കല്യാണ വീടല്ലേ, മരണ വീടാ? പാട്ടാണത്ര. എന്താണ് അമ്മണിയേച്ചി കുഞ്ഞേളെന്തി? കുഞ്ഞമ്മണി എന്നാണ് റേഷൻ കാർഡിലെ പേര്. ഇവൻ എത്ര അടിച്ചോ? 3 ആയിട്ടുള്ളൂ. സുമേഷ് നീ ഒന്ന് നമുക്ക് പുറത്തേക്ക് നിൽക്കാം. പാട്ടി ഞാൻ വന്നിട്ട് പാടിത്തരാം. നമ്മളെ ചില നേതാക്കന്മാര് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാവും. പക്ഷെ ഞാനാ മൈൻഡാക്കൂല. നമ്മള് CI അലിയാര്, SI ചന്ദ്രൻ, ഇവരെ കയ്യിൽ നിന്ന് ഈ കേസ് പുറത്തേക്ക് പോയാൽ നമുക്ക് ദോഷം ചെയ്യും. എത്രയും പെട്ടെന്നൊരു പ്രതിനെ ഹാജരാക്കണം എന്ന് അവർ പറയുന്നു. കുഴപ്പമില്ല സാറേട്ടാ, ഞാൻ പോ റെഡി വന്ന്. എനിക്കെന്താ പ്രാന്ത? ഏടിയോ കിടന്നൊരു പെണ്ണിനെ വിളിച്ചിറക്കി വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് നീ കളിക്കാൻ നിൽക്കുക? ഞാൻ ഫ്രീ ആണേ. ഉണ്ടല്ലോ സാട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞ അധിക പ്രശ്നമായിട്ട് തോന്നറേ. ഈടെ ഞാൻ ഒഴിച്ചവരൊക്കെ അകത്ത് കിടന്നുണ്ട്. ഇവര് കണ്ണൂർ ജയിലിലെ അനുഭവങ്ങളൊക്കെ തള്ളുമ്പോൾ ഞാൻ ഇന്നും ഒരു മറ്റോനെ തൊള്ളലേക്ക് കുത്തിരിക്കലാണ് പതിവ്. അതുകൊണ്ട് ഇപ്രാവശ്യമല്ല എനക്കൊരു ചാൻസ്. ഞാൻ പോ. സാധാരണ നിങ്ങൾ ഓൻ പറഞ്ഞ കാര്യമൊക്കെ ഓൻ ഫിറ്റാണ്. നീ പള്ളേ കിടക്കുന്ന 3 എണ്ണത്തിന്റെ നേരത്ത് പറയുന്ന പൂതി കൊണ്ട് പറയുന്ന സാധേട്ടാ, പ്ലീസ് ഞാൻ പോവാം. അപ്പൊ ചേച്ചിമാരും വേറെ ആരുമില്ല. ഒറ്റമോളാ? എനിക്ക് നിങ്ങൾ 2 റൗണ്ട് കൂടെ കളിച്ചിട്ട് പോയാ മതി. മോള് ഉഷാറല്ലേ? ഒരു പേടിയും വേണ്ടാട്ടാ. മണിയേച്ചിയെ, സുമേഷ് എന്റെ ഒപ്പം ഒരു വഴിക്ക് വരിക. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ മുമ്പ് വരൂ. ശ്രദ്ധിക്കുന്നു സാധാരണ അടുത്ത് പറഞ്ഞ ഞാനും വരട്ടെ. വേണ്ട.